ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് പാവമാണ് സുധാമണി. ഇതിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. ഈ ചാനലിൽ ഞങ്ങൾ പറയുന്ന കഥ, ഈ കഥ എഴുതുന്നതും ഇതിൻ്റെ പാട്ട് എഴുതുന്നതും അതിൻ്റെ ട്യൂൺ കൊടുക്കുന്നതും ഇതെല്ലാം ഞങ്ങൾ തന്നെ, ഞങ്ങളുടെ ടീമിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ കഥയും ഈ പരിപാടിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പരിചയക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്ന ഈ കഥ രണ്ടാം ഭാഗമാണ്. ഒന്നാം ഭാഗം നിങ്ങൾ കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ കഥയിലേക്ക് കടക്കാൻ പോവുകയാണ്. കഥ 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 പാട്ടിൽ ഈ പാട്ടും നമ്മുടെ കഥയും. കഥ 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 പാട്ടിൽ ഈ പാട്ടും നമ്മുടെ കഥയും. എൻ കഥ നിൻ കഥ നമ്മുടെ ഈ ഭൂമി പാട്ടിൻ കഥകൾ. എൻ കഥ നിൻ കഥ നമ്മുടെ ഈ ഭൂമി പാട്ടിൻ കഥകൾ. ഇന്നത്തെ ഈ കഥ ആരംഭിക്കുന്നത് നാച്ചിമുത്തുപാളയം മാർക്കറ്റിലാണ്. നാച്ചിമുത്തുപാളയം മാർക്കറ്റ്, നമ്മളുടെ ഒന്നാം എപ്പിസോഡിൽ നാച്ചിമുത്തുപാളയം മാർക്കറ്റിനെ പറ്റിയും അവിടുത്തെ കഥാപാത്രങ്ങളെ പറ്റിയുമെല്ലാം ഒരു വിശദീകരണം നാം നൽകിയിട്ടുണ്ട്. നാച്ചിമുത്ത് 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 പാളയം മാർക്കറ്റ്. നാച്ചിമുത്ത് 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 പാളയം മാർക്കറ്റ്. ചായക്കട, മീൻതട്ട്, 2-3 മല്ലിക കട, പണ്ടത്തിന്മേൽ പണം കൊടുക്കും സേട്ടിൻ്റെ ബ്ലേഡ് കട. നാച്ചിമുത്ത്, ഏയ് നാച്ചിമുത്ത്. ഇന്ന് കഥ തുടങ്ങുന്നത് തമിഴ്നാട് കേരള അതിർത്തിയിലുള്ള നാച്ചിമുത്തുപാളയം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള നാച്ചിമുത്തുപാളയം മാർക്കറ്റിലെ രാഘവേട്ടൻ്റെ ചായക്കട. രാഘവേട്ടൻ്റെ ചായക്കടയിൽ നിന്നും ചായ കുടിച്ച് ഇറങ്ങി വരുന്ന കുമാരേട്ടനും സന്ദീപും. കുമാരേട്ടൻ ചായക്കടയുടെ കൗണ്ടറിൽ ചായ കുടിച്ചതിൻ്റെ ബില്ല് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. സന്ദീപ് ഉടുത്തിട്ടുള്ള കൈലിമുണ്ടിൻ്റെ തുമ്പ് കൊണ്ട് മുഖം തുടച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. പുറത്തെത്തുമ്പോൾ മുണ്ടിൻ്റെ തലക്കെട്ടിൽ നിന്നും ഒരു ദിനേശ് ബീഡി എടുത്ത് അതിൽ നിന്നും ഒരു ബീഡി എടുത്ത് കത്തിച്ച് വലിച്ച് എന്തൊക്കെയോ ചിന്തിച്ച് നിൽക്കുന്നു. ഈ സമയത്ത് ലക്ഷ്മിക്കുട്ടി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ണിയപ്പവുമായി, കയ്യിൽ ഒരു കിറ്റ് ഉണ്ണിയപ്പവുമായി നടന്നു വരുന്നു. ഉണ്ണിയപ്പ കിറ്റിൽ നിന്നും ഒരു പാക്കറ്റ് ഉണ്ണിയപ്പം എടുത്ത് സന്ദീപിൻ്റെ നേരെ നീട്ടിയിട്ട്, സന്ദീപേട്ടാ ഒരു പാക്കറ്റ് ഉണ്ണിയപ്പം വാങ്ങിക്കോ, 25 രൂപ മാത്രം വിലയുള്ളൂ. സന്ദീപ് ലക്ഷ്മിക്കുട്ടിയെ ഒന്ന് അടിമുടി നോക്കുമ്പോൾ മുഷിഞ്ഞ് നാറിയ സാരിയും അതുപോലെ തന്നെ മുഷിഞ്ഞ ഒരു ബ്ലൗസുമാണ് വേഷം. ഈ ലക്ഷ്മിക്കുട്ടിക്ക് ഒരു കാലില്ല, അതുകൊണ്ട് തന്നെ ഒരു കയ്യിൽ സ്ട്രക്ചറും മറ്റേ കയ്യിൽ ഉണ്ണിയപ്പത്തിൻ്റെ കിറ്റുമായിട്ടാണ് ലക്ഷ്മിക്കുട്ടി വന്നിട്ടുള്ളത്. ജീവിതഭാരം പേറി ഈ ജീവിതയാത്രകളിനിയും. ജീവിതഭാരം പേറി ഈ ജീവിതയാത്രകളിനിയും. നല്ലൊരു ദിനവും നാളും ഈ ജീവിതയാത്രയിലെവിടെ. നല്ലൊരു ദിനവും നാളും ഈ ജീവിതയാത്രയിലെവിടെ.